വേവുന്ന മരിച്ചിനിയാണെങ്കിൽ കുട്ടിയൊക്കെ അവിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനിന്ന് അത് വൈകിട്ട് അവിക്കണമെന്ന് 2-3 ദിവസം കൊണ്ടേ പറയുന്നു. അപ്പോൾ ഇന്ന് പെട്ടെന്നൊന്ന് അവിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നോക്കിയപ്പോഴേക്കും ഇന്ന് എന്താ കറി ഉണ്ടാക്കിയത്? സാധാരണ മുളക് ചമ്മന്തിയൊക്കെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, ഒരല്പം മാത്രം. ഞാൻ എന്തിനെങ്കിലുമൊക്കെ ചിക്കൻ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. കുറച്ച് വാങ്ങിക്കുമ്പോൾ ഒരല്പം അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള ഒരു ഐഡിയയിൽ എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച ചിക്കൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു. ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ 2 സവാള ഒന്ന് എടുത്തരിഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ മിക്സിയൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നമ്മുടെ ചെറിയ കല്ലിലിട്ട് തന്നെ ചതച്ചെടുത്തേ. കൊച്ചുള്ളിയൊക്കെ അപ്പം കൊച്ചുള്ളിയൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ 1ഉം 2ഉം ഒക്കെ ഇട്ട് മാത്രമേ ചതയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ അങ്ങനെ തന്നെ ചതച്ചെടുത്ത്, കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മിക്സിയൊക്കെ എടുത്തിട്ട് ചതയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിങ്ങനെ കല്ലിലൊക്കെ ചതച്ചരയ്ക്കുമ്പോഴേക്കും കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് നമ്മൾ മിക്സിയിലൊക്കെ ചതച്ചെടുക്കുന്നതിനേക്കാളും. അങ്ങനെ അതെല്ലാം ചതച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് പെരുംജീരകം ചേർത്തു. പിന്നെ കുറച്ച് ചിക്കൻ ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതെല്ലാം വഴണ്ടി വന്നപ്പോഴേക്കും മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പെരുംജീരകവും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെയും കൂടി അതിലോട്ടിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ആയി വന്നപ്പോൾ മോക്കൊരാഗ്രഹം ചിക്കനും പിന്നെ നമ്മുടെ മരച്ചിനിയും കൂടി അതുപോലെ ഒന്നിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതൊന്ന് മിക്സാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതെല്ലാം ഇട്ട് മിക്സ് ആയിക്കൊണ്ടിരുന്നപ്പോൾ മോൻ വന്നിട്ട് പറയുന്നു, അയ്യോ അവന് മിക്സ് ആക്കണ്ട, സാധാരണ മരച്ചിനി കറിയൊക്കെ മതിയെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് വേറൊന്നും ചെയ്തിട്ടില്ല, ഒരല്പം കറിയിലോട്ട് ഇട്ടെന്നേ ഉള്ളൂ, നമ്മൾ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത് പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് പെട്ടെന്നുണ്ടാക്കിയ ചിക്കൻ കറിയും മരച്ചിനിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.